മണിയൂർ കരുവഞ്ചേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF RMB സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയാണ് വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മുതുവീട്ടിൽ ബാബുവിന്റെയും പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണുദാസിന്റെയും വീടുകൾക്ക് നേരെ അർദ്ധരാത്രിയോടെ ബോംബേറുണ്ടായത്. ആക്രമണത്തിൽ വീടിന്റെ ചുമരിനും വാതിൽ, മേൽക്കൂര എന്നിവയ്ക്കും കേടുപാടുകൾ ഉണ്ടായതായും CPIM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നും UDF ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബെറിഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് UDF RMB നേതൃത്വത്തിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി ബാബുവിന്റെ വീട്ടിൽ രാത്രി 12 മണിക്കാണ് ബോംബെറിയുന്നത്. 1.5 വയസ്സായ കുട്ടിയും അമ്മയും കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്ത ജനലരികെയാണ് ബോംബ് പൊട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, ഒരിത്തിരി സ്ഥാനം തെറ്റിയിരുന്നുവെങ്കിൽ ഇത് സ്ഥിതി ഇതാണോ? ഇന്നാണോ സ്ഥിതി? ഇത് ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഞങ്ങളന്ന് മണിയൂരിലെ UDF-കാർ, ബാബുവിന്റെ വീട്ടുകാർ കൃത്യമായ ക്ലൂ കൊടുത്തു പോലീസിന്. ഏതാണ്ട് പ്രതികളെ ഐഡന്റിഫൈ കൊടുത്തു, പിടിക്കുന്നില്ല. ഞാൻ SP-യുമായി സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഗീവ് മീ 3 days. 3 കഴിഞ്ഞ് 6 കഴിഞ്ഞ് ഞാൻ പോലീസിനോട് ചോദിക്കുക, ഈ പരിപാവനമായ അശോക സ്തംഭത്തിൽ തൊപ്പിയും വെച്ച് ഉളുപ്പുണ്ടോ ഈ പോലീസിന്റെ പണിയെടുക്കാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാരാ പിടിക്കേണ്ടത്? ഇതാരാണ് പിടിക്കേണ്ടത് ഈ പ്രതികളെ? നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടുണ്ടെങ്കിൽ കാക്കി അഴിച്ചു വെക്കണം. നാണക്കേടെ നിന്റെ പര്യായമോ കേരള പോലീസ് എന്നാണ് വടകര കോൺഗ്രസുകാരും UDF-കാരും RMB-കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു പുതിയൊരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, സമാധാന യോഗം. പ്രതിയെ പിടിക്കാത്ത നിങ്ങളാണോ സമാധാനം ഉണ്ടാക്കുന്ന യോഗത്തിൽ? ആണോ? ബോംബിടുക, സമാധാനം പിടിക്കുക. ഞങ്ങൾ സമാധാനത്തിനൊന്നല്ല. ഏതെങ്കിലും ഒരു UDF-കാരൻ ബോംബ് തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ മുന്നിൽ ഉണ്ടാവൂല. അതാ ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ രീതി. അതാ CPM-കാരൻ ബോംബെറിയ, UDF-കാരന്റെ RMB-ന് പരിക്കുപറ്റുക, ഉടനെ സമാധാന യോഗം. സമാധാന യോഗത്തിൽ ഇറങ്ങിയിരിക്കും CPM-കാരെ രക്ഷിക്കാൻ. ഞങ്ങൾ പറയുന്നു, ഇതിവിടെ നിൽക്കില്ല. ആധികാരികമായി പറയുന്നു, ഇവിടെ നിൽക്കില്ല. പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണിയൂരിലെ പ്രവർത്തകർ നടത്തുന്ന ഈ മാർച്ചിൽ ഇവർ ഒറ്റയ്ക്കല്ല. ജില്ലയിലെ UDF, ജില്ലയിലെ RMB ഇവരോടൊപ്പം ഉണ്ട്. ഇന്നിവിടെയാണ്. അടുത്ത സമരം പ്രിയപ്പെട്ട SP താങ്കളുടെ ഓഫീസിലേക്കാണ്. അത് പെട്ടെന്ന് പിരിഞ്ഞു സമരമായിരിക്കില്ല. എല്ലാം കൊണ്ടുവന്നോ? ജലപീരങ്കിയും മണ്ണാങ്കട്ടയും എല്ലാം കൊണ്ടുവന്നോ? എന്തിനു ഞങ്ങൾ കൊണ്ടുപോകും? UDF മണിയൂർ പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് ചാലിൽ അധ്യക്ഷത വഹിച്ചു. മഠത്തിൽ നാണു, മഠത്തിൽ അബ്ദുറഹിമാൻ, രാജേഷ് കീഴരിയൂർ, വിജിത് ലാൽ തെക്കേടത്ത്, അച്യുതൻ പുതിയടത്ത്, P കുഞ്ഞബ്ദുള്ള, ബാബു ഒഞ്ചിയം, PC ഷീബ, MK ഹമീദ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് VK പ്രകാശൻ, ശ്രീധരൻ തുളസി, PP വിശ്വനാഥൻ, രാമചന്ദ്രൻ കോളായി, ഭവിത് മലോൽ, സബിത മണക്കുഴി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.